കാട്ടാന ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കാഞ്ഞിരവേലി സ്വദേശിയായിട്ടുള്ള ഇന്ദിര എന്ന് പറയുന്ന 75 വയസ്സുകാരിയാണ് ഇന്ന് അല്പസമയം മുമ്പുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ മാസം തുടർച്ചയായി ഉണ്ടാകുന്ന മൂന്നാമത്തെ വന്യജീവി ആക്രമണം മൂലം ഉള്ള ഒരു മരണമാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ ഭാഗത്ത് കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് രാവിലെ 8 മണിയോടെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. 2 പ്രായമായിട്ടുള്ള സ്ത്രീകൾ സൂസനും അതോടൊപ്പം തന്നെ ഇന്ദിരയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്തിരുന്നു. അവർക്ക് വെള്ളവും ഭക്ഷണവുമായിട്ട് വന്നാണ്. ആ സമയത്ത് ഇന്ദിരയും സൂസനും ഇവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ കൊന്നു കളയാൻ പറ. ആന വന്നത് കണ്ടില്ല. ആന റോട്ടയിലെ വന്നേ. ആന വന്ന് ആന അയില് കയറിയിട്ട് അങ്ങോട്ട് വന്ന ആന വഴിക്കാൻ തിരിച്ചിറങ്ങി വന്ന ഇന്ദിരമ്മേനെ. അപ്പത്തെ ഞാൻ പാലക്കര കയറി, തോടിനിക്കര കയറി. സൂസൻ ഈ ഭാഗത്തേക്ക്, അവരുടെ വീട് ആ ഭാഗത്താണ് ഉള്ളത്. സൂസൻ ആ ഭാഗത്തേക്ക് ഓടുകയായിരുന്നു. അതിനുശേഷം അവർ വീടിന്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ വളരെ ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് തന്റെ മുന്നിൽ കണ്ടത് എന്നുള്ളതാണ് അവർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നാട്ടുകാർ ഓടിയെത്തുകയും ആനയെ കല്ലും മറ്റുമൊക്കെ എറിഞ്ഞ് ഓടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിലേക്ക് ഇന്ദിരയെ ചേർത്ത് വെച്ച് ആന കുത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഇന്ദിരയുടെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇത് വനം വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം, എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള നീണ്ടപാറയിൽ ഈ കൊമ്പൻ ഇറങ്ങിയിരുന്നു. അവിടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ RRT സംഘവും ചേർന്ന് ആ ആനയെ നഗരംപാറ വനമേഖലയിലേക്ക് ഓടിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ ആന പെരിയാർ നീന്തിക്കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. പോലീസ് മഹസർ ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് നടക്കേണ്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഡീൻ കുര്യാക്കോസ് MP-യുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവർ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. അതോടൊപ്പം തന്നെ നേരിമംഗലം റേഞ്ച് ഓഫീസിന് മുന്നിലും ഏതാണ്ട് 2 മണിക്ക് ശേഷം വലിയ പ്രതിഷേധം ആരംഭിക്കുകയാണ്. കാഞ്ഞിരവേലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.